നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, വിടുതലിനായി ആഗ്രഹിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. ദൈവികമായ ചില വാഗ്ദത്തങ്ങൾ, ചില ദർശനങ്ങൾ, അരുളപ്പാടുകളൊക്കെ നാം ഈ യാത്രയിൽ കേൾക്കാറുണ്ട്. അതിൻ്റെ നിവർത്തീകരണത്തിനായി, അതിൻ്റെ പൂർത്തീകരണത്തിനായി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയെങ്കിൽ പ്രവാചകനായിരിക്കുന്ന ഹബക്കൂക്കിനോട് ദൈവം യഹൂദ ജനത്തെ സംബന്ധിച്ചുള്ള ദൈവിക ആലോചനകൾ തന്നെ അറിയിക്കുകയാണ്. യഹൂദ ജനത്തിൻ്റെ ഉദ്ധാരണത്തിനായി അവരെ ദൈവകൃപയിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ വേണ്ടി താൻ ദൈവത്തോട് അനവധി പ്രാവശ്യങ്ങൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുവാനിടയായി. അതിൻ്റെ മറുപടി എന്നോണം ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഈ ദൈവ ശബ്ദം താൻ മാത്രമല്ല, ഇത് ദേശത്ത് ഓടിപ്പോകുന്നവരും വായിച്ചുട്ട ധൃതിയിൽ ഓടുന്നവരുമൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി വ്യക്തമായി പലകയിൽ എഴുതി വെക്കുക എന്ന് പ്രവാചകനോട് പറയുവാനിടയായി. ഇവിടെ ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിന് ഒരു സമാപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ദർശനത്തിന് ഒരു പ്രത്യേക നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ള ഒരു കാലാവധിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം ആ ദർശനത്തിന് നിവർത്തീകരണത്തിലേക്ക്, അതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് അടുത്തു വരികയാണ്. അത് ബന്ധപ്പെടുന്നു എന്നവിടെ വായിക്കുന്നു. അടുത്തു വരുവാൻ എത്രയും വേഗം ആ നിവർത്തീകരണത്തിലേക്ക് അടുത്തു വരികയാണ്. അതുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, സമയം തെറ്റത്തില്ല, അത് കറക്റ്റ് സമയത്ത് ഓൺ ടൈമിൽ അത് പ്രവർത്തിക്കുവാനിടയാകും. അത് വൈകിയെന്ന് നാം തോന്നിയാലും, അത് വൈകിയെന്ന് നമുക്ക് തോന്നിയാലും അതിനായി തന്നെ കാത്തിരിക്കാം. നിശ്ചയമായി അത് വരും, താമസിക്കുകയില്ല. എപ്പോൾ? ദൈവത്തിൻ്റെ സമയത്ത് തന്നെ അത് വരും. നാം പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അത് ദൈവത്തിൻ്റെ സമയത്ത് അത് വരും, നിശ്ചയം, സംശയം വേണ്ട. അത് സമയം തെറ്റത്തില്ല. ഒരു കാരണവശാലും ദൈവം നമുക്ക് തരാനുള്ള അനുഗ്രഹങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, ദർശനങ്ങൾ അത് താമസിച്ചു പോകത്തില്ല. അത് നേരത്തെയും തരത്തില്ല. അതിൻ്റെ തക്ക സമയത്ത്, അതിൻ്റെ ഓൺ ടൈമിൽ ദൈവം നമുക്കത് നൽകുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പ്രവാചകനോട് ദൈവം പറഞ്ഞത്, വൈകിയെന്ന് നിനക്ക് തോന്നിയാലും. പല പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു, ഇത് നടക്കുമോ, എന്താണ് പ്രവർത്തിക്കാത്തത്, എന്താണ് ഒരു വിടുതലില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നീ എന്ത് ചെയ്യണം, സമയം തെറ്റത്തില്ല, അതിനായി കാത്തിരിക്കുക. അത് വൈകിയെന്ന് നിനക്ക് തോന്നിയാലും അത് നിശ്ചയമായി വരും, നിശ്ചയമായത് സംഭവിക്കും. നിശ്ചയമായ വിടുതൽ നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. നിശ്ചയമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനിടയാകും. അതുകൊണ്ട് അതിനായി കാത്തിരിക്കണം. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മടുത്തു പോകാതെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടി വരും, താമസിക്കത്തില്ല. ഈ ദിവസങ്ങൾ അതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.